വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അന്വേഷണം അട്ടിമറിക്കാൻ ഇടപെടലുണ്ടായോ? കേസ് CBIക്ക് കൈമാറുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചോ? ഇത്തരം ആരോപണങ്ങൾ ഉയർന്നതോടെ അന്വേഷണത്തിനുള്ള വിജ്ഞാപനവും പെർഫോമയും പോലീസ് കേന്ദ്ര സർക്കാരിനും CBIക്കും കൈമാറി. സംഭവത്തിൽ വീഴ്ച വരുത്തിയ ആഭ്യന്തര വകുപ്പിലെ 3 വനിതാ ഉദ്യോഗസ്ഥരെ സസ്പെൻഡും ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം CBI അന്വേഷണം തുടങ്ങണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. സിദ്ധാർത്ഥന്റെ പിതാവ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് ഈ മാസം 9-നാണ് കേസ് CBIക്ക് വിട്ട് സംസ്ഥാന സർക്കാർ വിജ്ഞാപനമിറക്കിയത്. 16-ന് വിജ്ഞാപനത്തിന്റെ പകർപ്പ് കൊച്ചി CBI ഓഫീസിലേക്ക് അയച്ചു. സാധാരണ ഒരു കേസ് CBIക്ക് വിടുമ്പോൾ അനുബന്ധ രേഖകൾ കൊച്ചി ഓഫീസ് വഴി CBI ആസ്ഥാനത്തേക്ക് അയക്കാറുണ്ട്. ഇക്കാര്യത്തിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച വന്നതായാണ് പ്രാഥമിക നിഗമനം. CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തുള്ള വിജ്ഞാപനം കൈമാറിയെങ്കിലും കേസിനെ കുറിച്ചുള്ള പ്രൊഫോർമ റിപ്പോർട്ട് കൈമാറാത്തതാണ് വിവാദമായത്. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പിലെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്. ആഭ്യന്തര വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റ് എന്നിവർക്കെതിരെയാണ് നടപടി. ആഭ്യന്തര സെക്രട്ടറി ഇവരോട് വിശദീകരണം ചോദിച്ചിരുന്നു. വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാലാണ് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. അതിനിടെ CBI അന്വേഷണത്തിനുള്ള വിജ്ഞാപനവും പ്രൊഫോർമ റിപ്പോർട്ടും ഇമെയിൽ മുഖേന കേന്ദ്ര സർക്കാരിനും CBI ഡയറക്ടർക്കും കൈമാറി. CBI ഡയറക്ടറാണ് അന്വേഷണ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അതിനു മുൻപായി ബന്ധപ്പെട്ട യൂണിറ്റ് പ്രാഥമിക അന്വേഷണം നടത്തി സംസ്ഥാന മേധാവി വഴി ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. അന്വേഷണം മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്ന് സിദ്ധാർത്ഥന്റെ കുടുംബവും പ്രതിപക്ഷവും ആരോപിച്ചിരുന്നു. സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. എത്രയും വേഗം CBI അന്വേഷണം തുടങ്ങണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് വൈകിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്, തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ആവർത്തിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവർ തെളിവ് നശിപ്പിക്കുകയാണ്. അവർക്ക് CBIക്ക് റിപ്പോർട്ട് പോയിട്ടില്ല. പലരും പറഞ്ഞത് ഈ സർക്കാരിൽ തന്നെ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് പോയിട്ടുണ്ടെന്ന്. ഒരു കുഴപ്പവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് തേടിയിരിക്കുന്നു എന്ന് പറയുന്നത്? ന്യൂസ് 18 തിരുവനന്തപുരം.